ഇവിടെ എനിക്ക് എളുപ്പമാ. ദോശ ഇടുന്നു ഇടുന്നു, ദോശ ചുടുന്നു ഇടുന്നു. അപ്പൊ തിരിച്ച് ചെയ്യാറുണ്ടോ? അഖിലേട്ടൻ അവിടെ ഇരുന്ന് ദോശ ചുടും, ആ ചൂട് ദോശ കഴിക്കും. ആര് ചുടുന്നു? എന്തെങ്കിലും കുക്ക് ചെയ്തോ ഈ പുതിയ വീട്ടിൽ കയറിയിട്ട്? ഇല്ല ഇല്ല ഇല്ല, പുതിയ വീട്ടിലും ഇല്ല പഴയ വീട്ടിലും ഇല്ല, ബിഗ് ബോസ് വീട്ടിൽ മാത്രം. ഇത് നോക്കുന്നത് ഒരു മട്ടൻ കറി വെച്ചാണോ? പിന്നെ മട്ടൻ കറി അര കിലോ മട്ടൻ മേടിച്ചിട്ട് 1 ലിറ്റർ എണ്ണയില കറി വെച്ചത്. ആ ബിഗ് ബോസിൽ ഒരു അസുഖം ഉണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ട് അടുക്കള കയറ്റാറില്ല. ഇവിടെ സാധനങ്ങൾ ഇങ്ങനെ നശിപ്പിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാത്ത എണ്ണ യൂസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇന്ന് ഞാൻ കടയിൽ പറഞ്ഞു വിട്ട് അണ്ണാ വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും മേടിച്ചു കൊടുക്കുന്നത്. അവിടെ ചെന്ന് എന്നെ വിളിക്കാം, സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഓയിലുണ്ടോ? ഞാൻ ഉപയോഗിക്കുമല്ലോ. ശുദ്ധമായ വെളിച്ചെണ്ണ. ലക്ഷ്മി ചേച്ചി ഇങ്ങനെയൊന്നും അല്ല സത്യം പറഞ്ഞാല്. 1.5 മണിക്കൂർ കൊണ്ട് ഇതിനകത്ത് നിന്റെ കൂടെ ഒരുങ്ങുന്നത് കണ്ടപ്പോ തന്നെ ഞാൻ എങ്ങനെയുണ്ട് ഞാൻ ഒരുക്കിയത്? പട്ടായിട്ടുണ്ട്, സുന്ദരിയായിട്ടില്ലേ? ഓ എന്തൊരു കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ? ചോദിക്ക്. എനിക്കിതൊക്കെ കാണുമ്പോഴത്തേക്ക് മേല് വലിക്കും. മോന്തയിൽ ഇതൊക്കെ വാരിയിട്ടത് തോന്നുന്നില്ല കണ്ടിട്ട്. പിള്ളേരെ പഴി തെറ്റിച്ച് പിള്ളേരുടെ മുഖം കാണണം, അതിലേറെ മേക്കപ്പാ. അത് ഞാനല്ല ഒരുക്കി, അത് പിള്ളേര് തന്നെ തന്നെയാ. ഇതെങ്ങനെയുണ്ട്? അത് കൊള്ളാം. അച്ചാർ ഞാൻ ഉണ്ടാക്കിയതാ. ഞാൻ ഇന്നലെ പിന്നെ ഞാൻ ഉണ്ടാക്കിയതാ എന്റെ മാങ്ങ അച്ചാർ. നമ്മുടെ വന്നതല്ലേ, എന്തായാലും തന്നില്ല. എങ്ങനെയുണ്ട്? ഓ അഭിനയിക്കാൻ നിന്നെ കഴിഞ്ഞ അടിപൊളി ടേസ്റ്റ്, സത്യം. ഇതിപ്പോ അഖിലായിരുന്നെങ്കിൽ എന്റെ മീനച്ചാർ കൂട്ടി എത്ര പേര് ബിഗ് ബോസില് രാത്രി മീനച്ചാർ കൊണ്ടുവന്നിട്ട് ഒരാള് പൂഴ്ത്തി മോളി വെക്കണം. ആരാ? ഷീച്ചേട്ടൻ. തീരാതിരിക്കാൻ ഓർമ്മയുണ്ടോ? നമുക്ക് തരാതിരിക്കാൻ വേണ്ടിട്ട് ഷീച്ചേട്ടൻ മോളി കെട്ടി വെക്കും. ഞങ്ങൾ എന്നിട്ട് തപ്പുപോയി, ഇവിടെ എവിടെയും കാണില്ല. ഷീച്ചേട്ടന്റെ ഹൈറ്റിൽ മോളിക. അപ്പൊ എനിക്ക് എത്തുമല്ലോ, ഞാനിങ്ങനെ പെതിയെ എടുത്ത് ആരും കാണാതെ ഇടയ്ക്കിടയ്ക്ക് തിന്നുക. വേഗം തീർന്നു. 2 ദിവസം ശോഭച്ചയും കഴിച്ചു, എല്ലാരും കഴിച്ചു. ഫസ്റ്റ് ഏത് റൂം എന്നെ കാണിക്കാം? നമ്മുടെ തങ്കുപൊന്നിന്റെ റൂം. ഇത് പിള്ളേരുടെ റൂമാണ്. ഇതിനകത്ത് ഇതിൽ കുറച്ചുകൂടെ പണികൾ ബാക്കിയുണ്ട്. അതായത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് അവർക്ക് വേണ്ടിട്ടേ കുറച്ച് പിങ്ക് മയം. അതൊരു പിങ്ക്. ഇതൊക്കെ നമ്മുടെ ഒരു പ്ലാനാണ്. ചേട്ടന്റെ ഒരു ഒരു ആർക്ക് പോലെ ഒരു വാൾപേപ്പർ ഉണ്ട്, അങ്ങോട്ട് നിന്ന് കാണിച്ചു തരും. അല്ല ഇതെല്ലാം ഇത് മാത്രമല്ല കേട്ടോ, എനിക്ക് ഈ ടോപ്പിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. ചെയ്യാനുണ്ട്. കുറച്ച് എന്താ പറയുക, കിളിയും പേരക്കയും